ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീൻ എന്ന പാഠബുക്കിൽ നിന്ന് 1ാമത്തെ പാഠഭാഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നിങ്ങളെ 3ാം ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചൊരു പാഠമാണ്. നാറുൻ ഹാമിയ അദ്ദറസ് അവൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ദുറൂസ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 3ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് പാഠഭാഗങ്ങളും 4ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ദുറൂസിൽ നിന്ന് കുറച്ച് പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠബുക്കാണ് ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ബുക്ക് വേറെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പാഠഭാഗം വായിച്ച് വർക്കിലെ ഉത്തരങ്ങളൊക്കെ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി വർക്കിലേക്ക് നോക്കി എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാറുൻ ഹാമിയ എന്താണ്? ചൂടുള്ള തീയാണ് അവിടെ ഉള്ളത്. നരകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പാഠം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർ ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ അരികിലെത്തി. അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തിയായി കത്തിക്കുകയാണ്. അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങുന്നു. ഇത് കണ്ടതും അദ്ദേഹം ബോധം കെട്ടു വീണു. കൂട്ടുകാർ അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു. റബീഉ ബിൻ ഹുസൈം ആയിരുന്നു ആ മഹാൻ. തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടത്. റബീഉ ബിൻ ഹുസൈം റളിയല്ലാഹു അൻഹു. നരകത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ബോധം നഷ്ടപ്പെട്ട മഹാനാര്? ചോദ്യം വരാം. റബീഉ ബിൻ ഹുസൈം റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. നരകം ശിക്ഷയുടെ വീടാണ്. അത് തിന്മ ചെയ്യുന്നവർക്കുള്ളതാണ്. കത്തിയെരിയുന്ന തീയാണത്. ദുനിയാവിലെ തീയേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള തീ. ദുനിയാവിലെ തീയേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള തീയാണ്. അവിടെ ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്. വലിയ തേളുകളുണ്ട്. അവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ, സന്തോഷമില്ല. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ, ആശ്വാസമില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. വൈൽ, സക്കർ, ജഹന്നം, സഈർ തുടങ്ങി പല പേരുകളിലും നരകമുണ്ട്. അപ്പം നരകത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. നരകത്തിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇവിടെ മനസ്സിലാക്കുക. നരകം ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കുക. അല്ലാഹു തആല പറഞ്ഞു, അന്ത്യനാളിൽ ചിലയാളുകൾ നിന്ദ്യരാകും. അവർ ശിക്ഷ കാരണം വല്ലാതെ ക്ഷീണിക്കും. കഠിനമായി ചൂടുള്ള നരകത്തിൽ അവർ പ്രവേശിക്കും. ചുട്ടുതിളക്കുന്ന പാനജലം അവരെ കുടിപ്പിക്കും. അവർക്ക് ആഹാരമില്ല. അവർക്കുള്ളത് വിഷച്ചെടിയുടെ മുള്ളാണ്. അത് പുഷ്ടി നൽകുകയില്ല, വിശപ്പടക്കുകയുമില്ല. നരകത്തിലുള്ളവർക്കുള്ള ആഹാരം എന്താണ്? വിഷച്ചെടിയുടെ മുള്ളാണ്. വിഷച്ചെടിയുടെ മുള്ള് മനസ്സിലാക്കുക. ചുട്ടുതിളക്കുന്ന പാനജലം. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവേ, തിന്മകൾ ഒഴിവാക്കി ജീവിക്കാൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമീൻ. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരിയ. വിഷച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല. ലരിയ എന്ന് പറഞ്ഞാൽ മുള്ള്. അപ്പോൾ ഇതൊക്കെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിന് വന്ന ചോദ്യത്തിൽ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. ലൊരിയ എന്നാൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി താഴെ നക്റഉ വനഫ്ഹമു പാഠത്തിൽ നിന്ന് കുറച്ച് വേർഡ്സുകൾ തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥമാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളായതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പാനജലം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം. അപ്പോൾ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് വന്നു. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കുക. റബീഉ ബിൻ ഹുസൈം ആരാണ്? താബിഉകളിൽ പെട്ട ഒരു മഹാനാണ്.
താബികളിൽപ്പെട്ട ഒരു മഹാനാണ് റബീഉ ഇബ്നു ഹുസൈൻ. നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ട ഒരു മഹാനാണ്. മനസ്സിലാക്കുക. അഅ്മാലു സ്വാലിഹാത്തു സൽക്കർമ്മങ്ങൾ, അഅ്മാലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, അഅ്മാലു സയ്യിആത്ത് തെറ്റായ കർമ്മങ്ങൾ. മനസ്സിലാക്കുക. ഇനി ദഫ്തർ തോലിബ് നോക്ക് തദ്രിബാത്തുകൾ ചെയ്യാനാണ്. വർക്ക് ബുക്കിൽ നോക്കിയിട്ട് തദ്രിബാത്ത് പൂർത്തിയാക്കാൻ. വർക്ക് ബുക്കിൽ നാറുൻ ഹാമിയ എന്നതിൻ്റെ അതിൽ വന്നത് നുൻഷുൽ ജുമുല, വാചകം നിർമ്മിക്കാനാണ്. കഷ്ടപ്പാട്, രക്ഷപ്പെടുക, അനുഷ്ഠിക്കുക, കത്തിയെരിയുക, ഇത്രയും വേർഡ്സുകൾ നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കണം. അപ്പോൾ ഇത് പാഠത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ പാഠത്തിൽ നിന്നുള്ള വേർഡ്സുകൾ എഴുതുകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് തന്നെ വേണമെന്നില്ല, നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ മതി. അറബി മലയാളത്തിലെ കഷ്ടപ്പാട് എന്ന് വെച്ചിട്ട് എന്താണ്? ഉമ്മ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് എന്നെ വളർത്തിയത്, അങ്ങനെയൊക്കെ എഴുതാം. അപ്പം നമുക്കിവിടെ പാഠത്തിൽ വന്ന് അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നരകത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആക്കിയിട്ട് എഴുതാം. നരകത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ രക്ഷപ്പെടുക എന്നാണ് വന്നത്. എന്താണ്? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, അങ്ങനെ എഴുതാം. മനസ്സിലാക്കുക. പിന്നെ എന്താണ്? അനുഷ്ഠിക്കുക. അവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ എഴുതാം. പിന്നെ കത്തിയെരിയുക. എന്താണ്? നരകത്തിൽ കത്തിയെരിയുന്ന തീയാണുള്ളത്. കത്തിയെരിയുക എന്നുള്ളതിൽ നരകത്തിൽ കത്തിയെരിയുന്ന തീയാണുള്ളത്. മനസ്സിലാക്കുക. അപ്പം അത് പാഠഭാഗത്തിൽ നോക്കിയിട്ട് അതിന് മനസ്സിലാക്കാൻ കഴിയുന്ന വേർഡ്സ്, വാചകങ്ങൾ എഴുതുക. അടുത്തത് എന്താണ്? അംലൗൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നരകം ഡാഷിൻ്റെ വീടാണ്. നരകം ശിക്ഷയുടെ വീടാണ്. നരകം ശിക്ഷയുടെ വീടാണ്. രണ്ടാമത്തത് നരകത്തിൽ ഡാഷ് പാമ്പുകളുണ്ട്. ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്, അങ്ങനെ എഴുതാം. ഭീമൻ വിഷപ്പാമ്പുകൾ. അപ്പോൾ ഭീമൻ വിഷ അത് ചേർത്തിട്ട് എഴുതുക. അടുത്തത് നരകത്തിൽ ഡാഷ് മാത്രമേ ഉള്ളൂ. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഷ്ടപ്പാടുകൾ എന്ന് എഴുതുക. അടുത്ത നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വസിക്കണം, ഡാഷ് ചെയ്യണം. എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ അവിടെ സൽക്കർമ്മങ്ങൾ എന്ന് എഴുതുക. സൽക്കർമ്മങ്ങൾ. അടുത്തത് അന്ത്യനാളിൽ ഡാഷ് കാരണം ചിലർ ക്ഷീണിക്കും. എന്താണ്? ശിക്ഷ കാരണം ചിലർ ക്ഷീണിക്കും. മനസ്സിലാക്കുക. അടുത്തത് നരകത്തിലെ ഭക്ഷണം ഡാഷിന് ശമനമുണ്ടാക്കുകയില്ല. എന്താണ്? നരകത്തിലെ ഭക്ഷണം വിശപ്പിന് ശമനമുണ്ടാക്കുകയില്ല. അപ്പോൾ അവിടെ വിശപ്പടക്കുകയില്ല എന്നാണ് വന്നത്. അപ്പോൾ അവിടെ വിശപ്പിന് ശമനമുണ്ടാക്കുകയില്ല. അവിടെ വിശപ്പിന് എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലാക്കുക. അടുത്തത് ഇനി ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പാഠത്തിൽ അടയാളപ്പെടുത്താം, എന്നിട്ട് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയിരിക്കാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് എഴുതാം. എന്ത്? തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്തുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട മഹാനാര്? അപ്പോൾ മഹാൻ എന്നൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചേർത്ത് എഴുതാം. തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്തുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട മഹാനാര്? ആരാണ്? റബീഉ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദ്യവും ആൻസറും അടയാളപ്പെടുത്തി വെക്കുക, എഴുതുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം. നരകത്തിലെ തീയിന് ദുനിയാവിലെ തീയേക്കാൾ എത്ര ഇരട്ടി ശക്തിയുണ്ട്? മനസ്സിലാക്കുക. അവിടുന്ന് ചോദ്യം ഉണ്ടാക്കണം. ദുനിയാവിലെ തീയേക്കാൾ എത്ര ഇരട്ടി ശക്തിയുണ്ട് നരകത്തിലെ തീ? 70 ഇരട്ടി. ആൻസർ എഴുതുക. 70 ഇരട്ടി. രണ്ടെണ്ണം കണ്ടെത്തി. ഇനി മൂന്നാമത്തത്. അവിടെ ദുഃഖം മാത്രമേയുള്ളൂ, സന്തോഷമില്ല. എവിടെ? മൂന്നാമത്തെ ചോദ്യം. അവിടെ ദുഃഖം മാത്രമേയുള്ളൂ, സന്തോഷമില്ല. എവിടെ? എവിടെയാണ്? നരകം, നരകത്തിൽ. നാലാമത്തെ ചോദ്യമായിട്ട്
നരകം ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? ഇവിടെ ഉണ്ട്. തുടങ്ങി പല പേരുകളിൽ നരകമുണ്ട്. അപ്പം നരകം ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? 4ാമത്തെ ചോദ്യമാക്കിയിട്ട് എഴുതുക. ഏതൊക്കെ? വൈല്, സക്കർ, ജഹന്നമ്, സഈർ. ഇത്രയും പേരുകൾ. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുക. 4. 5ാമത്തെ, നരകത്തിലെ ഭക്ഷണം എന്ത്? നരകത്തിലെ ആഹാരമെന്ത്? നരകത്തിലെ ആഹാരമെന്ത്? ചോദ്യം. 5ാമത്തെ ചോദ്യം എന്താണ്? അവർക്ക് വിഷച്ചെടിയുടെ മുള്ളാണ്. അവർക്കുള്ളത് വിഷച്ചെടിയുടെ മുള്ളാണ്. 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതുക. അപ്പം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാക്കാം. വീമൻ വിഷപ്പാമ്പുകളാണ് അവിടെ ഉള്ളത്. എവിടെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ ഡാഷിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി അടുത്ത വർക്ക് എന്താണ്? നൊയ്ദു ഫിക്ര, ഗണ്ണിക എഴുതണം. റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്. റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെട്ട ഈ കഥ അവിടേക്ക് ഒരു ഗണ്ണികയാക്കിയിട്ട് എഴുതാനാണ്. റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹും സുഹൃത്തുക്കളും ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ അരികിലെത്തി. അപ്പോൾ അവിടെ ഒരു ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തിയായി കത്തിക്കുകയാണ്. ആ അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങുന്നു. ഇത് കണ്ടതും അദ്ദേഹം ബോധം കെട്ടു വീണു. കൂട്ടുകാർ അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു. തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബോധം നഷ്ടമായത്. ഇത്രയും കാര്യങ്ങൾ അവിടേക്ക് എഴുതി ഗണ്ണിക പൂർത്തിയാക്കുക. അടുത്ത വർക്ക് വരുന്ന നെക്തുബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലേതുപോലെ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ജഹന്നമു ദാറുൽ കാഫിരീൻ, ജഹന്നമു ദാറുൽ മുഅ്മിനീൻ. അപ്പോൾ അതുപോലെ സക്കറു ദാറുൽ കാഫിരീൻ, ഫിർദൗസു ദാറുൽ മുഅ്മിനീൻ. അപ്പോൾ അതുപോലെ അത് പൂർത്തിയാക്കിയിട്ട് എഴുതി കൊടുക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നാറുൻ ഹാമിയ എന്ന പാഠബുക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ ഇൽമിനെ സ്വാലിഹായ ഇൽമായി സ്വീകരിക്കട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.